ഹായ് നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നലെ നോക്കിയത് ബ്രിട്ടീഷ് ഭരണാധികാരികളാണ്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് പോകുന്നത്. ഇന്നലെ ഒരു 80 ക്വസ്റ്റ്യൻ ഉണ്ടാവുക, ഇന്ന് ഒരു 80 ക്വസ്റ്റ്യൻ ഉണ്ടാവും, നാളെ ഒരു 80 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതോടുകൂടി നമ്മളെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ മൊത്തം കഴിയും. ഫുള്ള് പഠിച്ച ശേഷം ഇമ്പോർട്ടൻറ്റ് മാത്രമേ പറയുന്നുള്ളൂ. എന്തായാലും ചോദിച്ചിരിക്കും. ഓക്കെ. അപ്പോൾ ഇന്നലെ നമ്മൾ വില്യം ബെൻഡിക്വരി എന്ന് പറഞ്ഞത്. വില്യം ബെൻഡിക്വരി ഇന്ന് പറയുന്നത് ചാൾസ് മെറ്റ്കാഫ് ആണ് ആദ്യം പറയുന്നത്. ഓക്കെ, ചാൾസ് മെറ്റ്കാഫ്. ഓക്കെ ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ പൂർണ്ണ പത്രസ്വാതന്ത്ര്യം അനുവദിച്ച ഗവർണർ ജനറൽ. ഓക്കെ, ചാൾസ് മെറ്റ്കാഫിനെ പറ്റി പറയുമ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ പൂർണ്ണ പത്രസ്വാതന്ത്ര്യം അനുവദിച്ച ബംഗാൾ ഗവർണർ ജനറൽ ആരാണ്? ചാൾസ് മെറ്റ്കാഫാണ് കേട്ടോ. ചാൾസ് മെറ്റ്കാഫാണ് ഇന്ത്യയിൽ പൂർണ്ണ പത്രസ്വാതന്ത്ര്യം അനുവദിച്ച ഗവർണർ ജനറൽ കേട്ടോ. ഗവർണർ ജനറൽ ചാൾസ് മെറ്റ്കാഫാണ്. ഓക്കെ, ലിബറേറ്റർ ഓഫ് പ്രസ് കേട്ടോ. ലിബറേറ്റർ ഓഫ് പ്രസ്. ഓക്കെ, പ്രസ്സിൻ്റെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫാണ്. ചോദിക്കുക, ഓർമ്മിച്ച് വെച്ചേ. ലിബറേറ്റർ ഓഫ് പ്രസ് കേട്ടോ. ലിബറേറ്റർ ഓഫ് പ്രസ്, പ്രസ്സിൻ്റെ വിമോചകൻ എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫാണ്. ഓക്കെ, ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തി ചാൾസ് മെറ്റ്കാഫ് കേട്ടോ. ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തി ചാൾസ് മെറ്റ്കാഫ്. ഈ 3 ക്വസ്റ്റ്യൻ ഉള്ളത്, ഓർമ്മിച്ച് വെച്ചാൽ മതി അയാളെ പറ്റിയിട്ട്. ഓക്കെ, ഒന്ന് ലിബറേറ്റർ ഓഫ് പ്രസ്, അതായത് പ്രസ്സിൻ്റെ വിമോചകൻ. ഓക്കെ, ദേശീയ സമരകാലത്ത് പത്രങ്ങളുടെ വിമോചകൻ. ഓക്കെ, അയാൾ തന്നെ. പിന്നെ ഇന്ത്യയിൽ പൂർണ്ണ പത്രസ്വാതന്ത്ര്യം അനുവദിച്ച ഗവർണർ ജനറൽ ചാൾസ് മെറ്റ്കാഫ്. ഓക്കെ, ഈ 3 ക്വസ്റ്റ്യൻ ഉള്ളത്, ഓർമ്മിച്ച് വെച്ചേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്ലാൻഡ് പ്രഭു കേട്ടോ. ഓക്ലാൻഡ് പ്രഭു. ഓക്കെ, ഓക്ലാൻഡ് പ്രഭുവാണ്. ഓക്ലാൻഡിൻ്റെ വിഡ്ഢിത്തം എന്നറിയപ്പെടുന്ന യുദ്ധം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്ലാൻഡിൻ്റെ വിഡ്ഢിത്തം എന്നറിയപ്പെടുന്ന യുദ്ധമാണ് ഒന്നാം അഫ്ഗാൻ യുദ്ധം കേട്ടോ. ഒന്നാം അഫ്ഗാൻ യുദ്ധം. ഓക്കെ, ഓക്ലാൻഡിൻ്റെ വിഡ്ഢിത്തം എന്നറിയപ്പെടുന്ന യുദ്ധമാണ് ഒന്നാം അഫ്ഗാൻ യുദ്ധം. ഓർമ്മിച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ. സിംല മാനിഫെസ്റ്റോ. ഓക്കെ, സിംല മാനിഫെസ്റ്റോ പുറത്തിറക്കിയ ഗവർണർ ജനറൽ ആരാണ്? സിംല മാനിഫെസ്റ്റോ പുറത്തിറക്കിയ ഗവർണർ ജനറലാണ് ഓക്ലാൻഡ് പ്രഭു കേട്ടോ. ഓക്ലാൻഡ് പ്രഭുവാണ് ഓക്ലാൻഡ് പ്രഭു. ഓക്കെ, അത്രയേ ഉള്ളൂ അയാളെ പറ്റിയിട്ട്. ബാക്കി എല്ലാം പറയുന്നു, ഇതൊരു ചോദിച്ചില്ല, ഹാർഡിങ് ചെയ്യാനൊന്നും വേണ്ട. ഓക്കെ, അടുത്ത ഡൽഹൌസിയാണ്. ഡൽഹൌസി കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, ഇയാൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പഠിച്ചു വെച്ചേ. ഡൽഹൌസി. ഓക്കെ, ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് കേട്ടോ. ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണ്? ആരാ? ഡൽഹൌസിയാണ്. ഡൽഹൌസി കേട്ടോ. ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് കേട്ടോ. ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ്, സ്രഷ്ടാവാണ്. ഓർമ്മിച്ചേ. ചോദിക്കും കേട്ടോ. ശില്പിയും ചോദിക്കുക. ആധുനിക ഇന്ത്യയുടെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ശില്പി കേട്ടോ. ശില്പി നെഹ്റു ആണ് ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ്. സ്രഷ്ടാവാരാണ്? ഡൽഹൌസിയാണ്. ഡൽഹൌസി കേട്ടോ. ഓർമ്മിച്ചേ. ഓക്കെ, മാറിപ്പോറ ചോദിക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ ആരാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറലാണ് ഡൽഹൌസിയാണ്. ഡൽഹൌസി കേട്ടോ. ഡൽഹൌസിയാണ്. ഡൽഹൌസി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ഗതാഗതം കൊണ്ടുവന്ന ഭരണാധികാരി ആരാണ്? ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ഗതാഗതം. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ഗതാഗതം കൊണ്ടുവന്ന ഭരണാധികാരിയാണ് ഡൽഹൌസിയാണ്. ഡൽഹൌസി കേട്ടോ. 1853 കേട്ടോ. 1853 ഏപ്രിൽ 16 കേട്ടോ റെയിൽവേ ആരംഭിച്ച വർഷം. ഓക്കെ, ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷം 1853 ഏപ്രിൽ 16 ഡൽഹൌസി. ഓക്കെ, ആദ്യത്തെ റെയിൽവേ പാതയും കൂടി പഠിച്ചോ. ബോംബെ താനെയാണ്. ബോംബെ താനെ. ഓക്കെ, ബോംബെ താനെ. ഇത്രയേ ഉള്ളൂ. ഡൽഹൌസി, ബോംബെ താനെ, 1853 ഏപ്രിൽ 16. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ആധുനിക തപാൽ സംവിധാനം. ഓക്കെ, ആധുനിക തപാൽ സംവിധാനം, ടെലഗ്രാഫ് എന്നിവ ആരംഭിച്ച ഭരണാധികാരി ആരാണ്? ആധുനിക തപാൽ സംവിധാനവും ടെലഗ്രാഫും എന്നിവ ആരംഭിച്ചത് ഡൽഹൌസി തന്നെയാണ്. ഡൽഹൌസി തന്നെയാണ് ആധുനിക തപാൽ സംവിധാനവും ടെലഗ്രാഫും ആരംഭിച്ചത് ഡൽഹൌസിയാണ്. ഓക്കെ, ഡൽഹൌസിൻ്റെ വിശേഷണങ്ങൾ ഇപ്പം പറഞ്ഞതാണ്. ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ്. ഓക്കെ, ഇന്ത്യൻ ടെലഗ്രാഫിൻ്റെ പിതാവ്, ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ്, ഇന്ത്യൻ തപാൽ സംവിധാനത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസുകളുടെ പിതാവ്. ഓക്കെ, ഈ 5 ഓർമ്മിച്ച് വെച്ചേ. ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് ഡൽഹൌസി, ഇന്ത്യൻ ടെലഗ്രാഫിൻ്റെ പിതാവ് ഡൽഹൌസി, ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ഡൽഹൌസി, ഇന്ത്യൻ തപാൽ സംവിധാനത്തിൻ്റെ പിതാവും ഡൽഹൌസി തന്നെ, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസുകളുടെ പിതാവ് കേട്ടോ. ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസുകളുടെ പിതാവും ഡൽഹൌസിയാണ്. ഓക്കെ, അടുത്ത ഡൽഹൌസിനെ പറ്റി പറയാൻ വലിയ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ദത്തവകാശ നിരോധന നിയമം കേട്ടോ. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസിയാണ്. ഡൽഹൌസി 1848 കേട്ടോ. ദത്തവകാശം. ഓക്കെ, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസിയാണ് 1848. ഓക്കെ, ദത്തവകാശ നിരോധന നിയമം റദ്ദാക്കിയതാരാ?
ദത്തവകാശ നിരോധന നിയമം റദ്ദാക്കിയത് കാനിങ് പ്രഭുവാണ്. കാനിങ് പ്രഭു കേട്ടോ. 1859 കാനിങ് പ്രഭുവാണ് ദത്തവകാശ നിരോധന നിയമം റദ്ദാക്കിയത്. കാനിങ് പ്രഭുവാണ്. കാനിങ് പ്രഭു 1859. ഓക്കെ, ഒന്നുകൂടി പറയാം. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസിയാണ് 1848. ഓക്കെ, ദത്തവകാശ നിരോധന നിയമം റദ്ദാക്കിയത് കാനിങ് പ്രഭുവാണ്. കാനിങ് 1859 കേട്ടോ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യ ടെലഗ്രാഫ് ലൈൻ കൊൽക്കത്ത ഡയമണ്ട് ഹാർബറാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ ടെലഗ്രാഫ് ലൈന് കൊൽക്കത്ത ഡയമണ്ട് ഹാർബറാണ്. ഇന്ത്യയിലെ ആദ്യ ടെലഗ്രാഫ് ലൈൻ കൊൽക്കത്ത ഡയമണ്ട് ഹാർബർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഭരണാധികാരി ഡൽഹൌസി തന്നെയാണ്. ഓക്കെ, പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഭരണാധികാരിയാണ് ഡൽഹൌസി. ഓക്കെ, ഡൽഹൌസിയുടെ പേരുള്ള പട്ടണം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് സംസ്ഥാനത്താ? ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ കേട്ടോ. ഡൽഹൌസി. ഓക്കെ, ഹിമാചൽ പ്രദേശാണ്. ഡൽഹൌസിയുടെ പേരുള്ള പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർമ്മിച്ചേ. വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്കായി വുഡ്സ് ഡെസ്പാച്ച് ഓക്കെ നിയമിച്ച ഗവർണർ ജനറൽ ആരാണ്? അതായത് വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്കായി വുഡ്സ് വിദ്യാഭ്യാസ കമ്മീഷനെ, അതായത് വുഡ്സ് ഡെസ്പാച്ച് ഓൺ എഡ്യൂക്കേഷൻ നിയമിച്ച ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസിയാണ്. കേട്ടോ. ഈ ഡൽഹൌസിയാണ് വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്കായി വുഡ്സ് ഡെസ്പാച്ച് കമ്മീഷൻ കേട്ടോ. വുഡ്സ് ഡെസ്പാച്ച് ഓൺ എഡ്യൂക്കേഷൻ കമ്മീഷൻ കേട്ടോ. അത് നിയമിച്ചത് ഡൽഹൌസിയാണ്. വുഡ്സ് ഡെസ്പാച്ച് ഡൽഹൌസി. ഇത്ര ഓർമ്മിക്കണ്ടു. ഓക്കെ, ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതാണ് എന്ത്? ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ചാണ്. 1854 കേട്ടോ. 1854 വുഡ്സ് ഡെസ്പാച്ചാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്. ഓക്കെ, സെറ്റ്. അത്രയേ ഉള്ളൂ അതിനകത്ത്. ഇല്ല, 2-3 കാര്യം കൂടി ഉണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിൻ്റെ കരട് തയ്യാറാക്കിയത് ആരാണ്? ഹിന്ദു വിധവ പുനർവിവാഹത്തിൻ്റെ കരട് തയ്യാറാക്കിയത് ഡൽഹൌസിയാണ്. കേട്ടോ. ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിൻ്റെ കരട് തയ്യാറാക്കിയത് ഡൽഹൌസിയാണ്. ഓക്കെ, ഹിന്ദു വിധവ പുനർവിവാഹം നിയമപ്രകാരം നടപ്പിലാക്കിയത് കാനിങ് ആണ് കേട്ടോ. കരട് തയ്യാറാക്കിയത് ഡൽഹൌസിയും ഹിന്ദു വിധവ വിവാഹ നിയമപ്രകാരം നടപ്പിലാക്കിയത് കാനിങ് കേട്ടോ. കരട് തയ്യാറാക്കിയത് ഡൽഹൌസിയും നടപ്പിലാക്കിയത് കാനിങ്ങും. ഓക്കെ, വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കിയ വർഷം 1856. ഓക്കെ, ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കിയ വർഷം 1856. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കാൻ പ്രേരണ ചെലുത്തിയത് ആരാന്ന് ചോദിച്ചാൽ ആരാ? ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. ഒന്നുകൂടി പറയാം. വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കാൻ പ്രേരണ ചെലുത്തിയത് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. ഓക്കെ, ഡൽഹൌസിൻ്റെ ഇത്ര ക്വസ്റ്റ്യനുള്ള ഒരു 10-20 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതൊന്ന് പഠിച്ചു വെച്ചാൽ സെറ്റാണേ. ഓക്കെ, അയാൾ ചോദിക്കും കേട്ടോ. ഡൽഹൌസി ചോദിക്കുവേ. അടുത്തത് കാനിങ് ആട്ടെ. കാനിങ് പ്രഭു. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കാനിങ്ങിനെ കുറിച്ച്. 1858. ഓക്കെ, 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയായി നിയമിതനാര്? കാനിങ് പ്രഭു കേട്ടോ. 1858. ഓക്കെ, 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം. ഓക്കെ, രാജ്ഞിയുടെ വിളംബരം നടത്തുന്നത് 1858 വിളംബരമാണ്. ഓക്കെ, ആ വിളംബരത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയായി നിയമിതനായത് കാനിങ് പ്രഭുവാണ്. ഓക്കെ, വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം 1858 നവംബറിൽ അലഹാബാദ് ദർബാറിൽ വെച്ച് വായിച്ചതാണ് ഈ കാനിങ് പ്രഭു തന്നെ കേട്ടോ. വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം 1858 നവംബറിൽ അലഹാബാദ് ദർബാറിൽ വെച്ച് വായിച്ചതും ഈ കാനിങ് പ്രഭു തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ക്ലമൻസി കാനിങ് കേട്ടോ. ക്ലമൻസി കാനിങ് എന്ന് വിശേഷിപ്പിക്കുന്നത് കാനിങ് പ്രഭു. അതിൽ തന്നെ ആൻസർ ഉണ്ട്. ഓക്കെ, ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ. കൽക്കട്ട, ബോംബെ, മദ്രാസ്. ഓക്കെ, കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിലെ സർവകലാശാലകൾ സ്ഥാപിതമായപ്പോൾ ഭരണാധികാരി ആരായിരുന്നു? ഓക്കെ, കൽക്കട്ട, കൊൽക്കത്ത, ബോംബെ, മുംബൈ, മദ്രാസ്, ചെന്നൈ. ഓക്കെ, എന്നിവിടങ്ങളിലെ സർവകലാശാലകൾ സ്ഥാപിതമായപ്പോൾ ഭരണാധികാരി ആരായിരുന്നു? കാനിങ് പ്രഭുവാണ്. 1857. ഓക്കെ, കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ ആദ്യമായിട്ട് സർവകലാശാലകൾ സ്ഥാപിതമായി. ആ സമയത്തെ ഭരണാധികാരി ആരാന്ന് ചോദിച്ചാൽ കാനിങ് പ്രഭുവാണ്. കാനിങ് 1857. ഓക്കെ, അതിൽ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാന്ന് ചോദിച്ചാൽ ഏതാ? കൽക്കട്ട തന്നെയാണ്. കൽക്കട്ട 1857. ഇന്ത്യയിലെ ആദ്യ സർവകലാശാല കൽക്കട്ടയാണ്. കൽക്കട്ട സർവകലാശാല 1857 കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന്.
ബംഗാൾ റെന്റ് ആക്ട് കേട്ടോ, ബംഗാൾ റെന്റ് ആക്ട് 1859 കൊണ്ടുവന്നത് കാനിങ് പ്രഭുവാണ്. ബംഗാൾ റെന്റ് ആക്ട് 1859 കൊണ്ടുവന്നത് കാനിങ് പ്രഭുവാണ്, കാനിങ് പ്രഭു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിക്കപ്പെട്ട വർഷം, ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിക്കപ്പെട്ട വർഷം 1860 1860 കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിക്കപ്പെട്ട വർഷം 1860 1860. ഓക്കെ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് ആരാ? ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസൺ ആണ്, ജെയിംസ് വിൽസൺ. ഓക്കെ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് ജെയിംസ് വിൽസൺ ആണ്, ജെയിംസ് വിൽസൺ. ഓക്കെ, ഈ കാനിങ്ങിൻ്റെ കാലത്താണ് ഇത് കേട്ടോ, കാനിങ്ങിൻ്റെ കാര്യം പറഞ്ഞുകൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 1861. ഓക്കെ, 1861 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആരായിരുന്നു? കാനിങ് ആട്ടാ, കാനിങ് പ്രഭുവാണ്. 1861 കേട്ടോ, 1861 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വരുമ്പോൾ വൈസ്രോയി കാനിങ് പ്രഭുവാണ്, കാനിങ് പ്രഭു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ സിവിൽ സർവീസ് നിയമം പാസ്സാക്കപ്പെട്ട വർഷം. ഓക്കെ, ഇന്ത്യൻ സിവിൽ സർവീസ് നിയമം പാസ്സാക്കപ്പെട്ട വർഷം 1861. ഇന്ത്യൻ സിവിൽ സർവീസ് നിയമം പാസ്സാക്കപ്പെട്ട വർഷം 1861 കാനിങ്ങിൻ്റെ കാലത്താണ്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ചോദിക്കും, ഇപ്പോൾ മാറി വന്ന് 2023 ഇത് മാറിയില്ലേ, IPC മാറിയില്ലേ, ചിലപ്പോൾ ചോദിക്കുമായിരിക്കും കേട്ടോ. ഓക്കെ, ഇന്ത്യൻ പീനൽ കോഡ് കേട്ടോ, ഇന്ത്യൻ പീനൽ കോഡ് അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമം IPC. ഓക്കെ, പാസ്സാക്കിയ വൈസ്രോയി ആരാണ്? ആരാ? ഇന്ത്യൻ പീനൽ കോഡ് അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമം IPC പാസ്സാക്കിയ വൈസ്രോയാണ് കാനിങ് പ്രഭുവാണ്, കാനിങ് പ്രഭു. 1860 കേട്ടോ, 1860 പാസ്സാക്കിയത്. ഓക്കെ, ഇന്ത്യൻ ശിക്ഷാ നിയമം നിലവിൽ വന്നത് എപ്പോൾ? ഈ 1860 കാനിങ് പ്രഭു പാസ്സാക്കിയ ഇന്ത്യൻ പീനൽ കോഡ് അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമം IPC നിലവിൽ വന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് 1862 ജനുവരി 1 കേട്ടോ, 1862 ജനുവരി 1 നിലവിൽ വന്നു. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ അതിൻ്റെ അകത്ത്, ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി ആരാണ്? ഇന്ത്യൻ പീനൽ കോഡ് IPCയുടെ ശില്പി ആരാണ്? ആരാ? മെക്കാളെ പ്രഭുവാണ്, മെക്കാളെ പ്രഭു കേട്ടോ, മെക്കാളെ പ്രഭുവാണ്. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി മെക്കാളെ പ്രഭുവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഈ കാര്യം ഓർമ്മിച്ച് നോക്കണം, ഇന്ത്യൻ പീനൽ കോഡിൻ്റെ കാര്യം ഓർമ്മിച്ച് നോക്കണം. 2020 മാറിയതുകൊണ്ട് ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിൽ വന്നില്ല, അപ്പോൾ ചിലപ്പോൾ ഇത് ചോദിക്കുമായിരിക്കും. ഓക്കെ, ഓർത്തേ. അടുത്ത ക്വസ്റ്റ്യൻ ആദായ നികുതി ആരംഭിച്ച വൈസ്രോയി ആരാണ്? ആദായ നികുതി ആരംഭിച്ച വൈസ്രോയിയാണ് കാനിങ് ആട്ടെ, കാനിങ് പ്രഭുവാണ്. ആദായ നികുതി. ഓക്കെ, ആദായ നികുതി ആരംഭിച്ച വൈസ്രോയി ആരാണ്? കാനിങ് പ്രഭുവാണ്, കാനിങ് പ്രഭുവാണ്. ആദായ നികുതി ആരംഭിച്ചത് കാനിങ് പ്രഭുവാണ്. ഓക്കെ, അടുത്തത് ആദായ നികുതി അവസാനിപ്പിച്ച വൈസ്രോയി ആരാണ്? ആദായ നികുതി അവസാനിപ്പിച്ച വൈസ്രോയി നോർത്ത് ബ്രൂക്ക് ആണ്, നോർത്ത് ബ്രൂക്ക് കേട്ടോ. ഒരു വൈസ്രോയിൻ്റെ പേരാണ് കേട്ടോ, നോർത്ത് ബ്രൂക്ക് ആണ്. ആദായ നികുതി ആരംഭിച്ച വൈസ്രോയി കാനിങ് പ്രഭുവും ആദായ നികുതി അവസാനിപ്പിച്ച വൈസ്രോയി നോർത്ത് ബ്രൂക്ക് ആണ്, നോർത്ത് ബ്രൂക്ക്. ഓക്കെ, ഓക്കെ, അത്രയേ ഉള്ളൂ കാനിങ്ങിൻ്റെ. ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർമ്മിച്ചേ. കാനിങ് ഡൽഹൌസി എന്തായാലും ഓർമ്മിച്ച് നോക്കണേ. ഓക്കെ, അടുത്തത് എൽജിൻ 1 ആട്ടാ, എൽജിൻ 1 എൽജിൻ 1. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ഉള്ളൂ എൽജിനെ പറ്റിയിട്ട്. 1862. ഓക്കെ, 1862 ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി നിലവിൽ വന്നപ്പോൾ വൈസ്രോയി ആരാണ്? എൽജിൻ 1 ഓക്കെ, 1862. ഓക്കെ, 1862 ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി നിലവിൽ വന്നപ്പോൾ വൈസ്രോയി ആരാണ്? എൽജിൻ 1, എൽജിൻ 1. ഓക്കെ, ഇന്ത്യയുടെ ആദ്യ ഹൈക്കോടതി സ്ഥാപിതമായത് എവിടെയാ? കൽക്കട്ടയിലാണ്, കൽക്കട്ടയിലോട്ടാ. 2 ക്വസ്റ്റ്യൻ ഓർമ്മിച്ചേ. ഇന്ത്യയുടെ ആദ്യ ഹൈക്കോടതി സ്ഥാപിതമായത് കൽക്കട്ടയിലാണ്. 1862 ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി കൽക്കട്ടയിൽ നിലവിൽ വന്നപ്പോൾ വൈസ്രോയി എൽജിൻ 1. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്തത് ജോൺ ലോറൻസ് ആണ്, ജോൺ ലോറൻസ് കേട്ടാ. ഓക്കെ, പഞ്ചാബിൻ്റെ രക്ഷകൻ. ഓക്കെ, പഞ്ചാബിൻ്റെ രക്ഷകൻ, ഇന്ത്യയുടെ രക്ഷകൻ, വിജയത്തിൻ്റെ സംഘാടകൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന വൈസ്രോയി ആരാണ്? ജോൺ ലോറൻസ് ആണ്. ഒന്നുകൂടി പറയാം, പഞ്ചാബിൻ്റെ രക്ഷകൻ, ഇന്ത്യയുടെ രക്ഷകൻ, വിജയത്തിൻ്റെ സംഘാടകൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന വൈസ്രോയി ആരാണ്? ജോൺ ലോറൻസ് ആണ്, ജോൺ ലോറൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സമർത്ഥമായ. ഓക്കെ, സമർത്ഥമായ നിഷ്ക്രിയത്വ നയം. ഓക്കെ, സമർത്ഥമായ നിഷ്ക്രിയത്വ നയം നടപ്പിലാക്കിയതാണ്? ജോൺ ലോറൻസ് ആണ്, ജോൺ ലോറൻസ് ആണ്. ഓക്കെ, സമർത്ഥമായ നിഷ്ക്രിയത്വ നയം നടപ്പിലാക്കിയത് ജോൺ ലോറൻസ് ആണ്, ജോൺ ലോറൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ വനം വകുപ്പ്. ഓക്കെ, ഇന്ത്യയിൽ വനം വകുപ്പ് ആരംഭിച്ച വൈസ്രോയി ആരാണ്?
ജോൺ ലോറൻസ് ആണ്, ജോൺ ലോറൻസ്. ഓക്കെ, ഇന്ത്യയിൽ വനം വകുപ്പ്, ഓക്കെ, ഇന്ത്യയിൽ വനം വകുപ്പ് ഇമ്പീരിയൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കേട്ടോ, ഇമ്പീരിയൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ച വൈസ്രോയാണ് ജോൺ ലോറൻസ് ആണ്, ജോൺ ലോറൻസ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ അയാളെ. ഓക്കെ, ക്ഷാമത്തിൻ്റെ കാരണത്തെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മീഷൻ്റെ തലവൻ ഇയാളെ നിയമിച്ചത് ജോൺ ലോറൻസ് ആണ് നിയമിച്ചത്. ഓക്കെ, ക്ഷാമത്തിൻ്റെ കാരണം കേട്ടോ, ക്ഷാമത്തിൻ്റെ കാരണം പഠിക്കാൻ സർക്കാർ നിയമിച്ച കമ്മീഷൻ്റെ തലവനാണ് ജോർജ് കാമ്പൽ ആണ്, ജോർജ് കാമ്പൽ കേട്ടോ, ജോർജ് കാമ്പൽ. ഓക്കെ, ജോർജ് കാമ്പൽ. ഓക്കെ, അത്രയേ ഉള്ളൂ. ലോറൻസ് ആയില്ലേ. ഇനി മേയോ പ്രഭു ആണ്, മേയോ കേട്ടോ, മേയോ പ്രഭു. ഓക്കെ ഓക്കെ, ഇതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഈ മേയോൻ്റെ, ഒന്ന് ഓർമ്മിക്കണേ. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആരംഭം കുറിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാ? മേയോ പ്രഭുവാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആരംഭം കുറിച്ചത് മേയോ പ്രഭുവാണ്, മേയോ പ്രഭു. ഓക്കെ, അടുത്തത് പ്രവിശ്യകൾക്ക് സാമ്പത്തിക അധികാരങ്ങൾ. ഓക്കെ, പ്രവിശ്യകൾക്ക് സാമ്പത്തിക അധികാരങ്ങൾ നൽകിക്കൊണ്ട് സാമ്പത്തിക വികേന്ദ്രീകരണം നടപ്പിലാക്കിയ വൈസ്രോയും മേയോ പ്രഭു തന്നെയാണ്. പ്രവിശ്യകൾക്ക് സാമ്പത്തിക അധികാരങ്ങൾ നൽകിക്കൊണ്ട് സാമ്പത്തിക വികേന്ദ്രീകരണം, ഈ ഒറ്റ വാക്ക് ഓർമ്മിച്ചായി, സാമ്പത്തിക വികേന്ദ്രീകരണം നടപ്പിലാക്കിയത് മേയോ പ്രഭു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഏക വൈസ്രോയി. ഓക്കെ, ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഏക വൈസ്രോയി ആരാ? മേയോ പ്രഭുവാണ്, മേയോ കേട്ടാ. ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഏക വൈസ്രോയി മേയോ പ്രഭുവാണ്, മേയോ പ്രഭു. ഓക്കെ, മേയോ പ്രഭു വധിക്കപ്പെട്ടത് എവിടെയാ? മേയോ പ്രഭു വധിക്കപ്പെട്ടത് ആൻഡമാനിലാണ്, ആൻഡമാനിലാട്ടോ, ആൻഡമാനിലാണ്. മേയോ പ്രഭു വധിക്കപ്പെട്ടത് ആൻഡമാനിലാണ്, ആൻഡമാൻ. ഓക്കെ, മേയോ പ്രഭുവിനെ വധിച്ചതാരാണ്? ആരാ വധിച്ചേ? ഷേർ അലിയാണ്, ഷേർ അലി കേട്ടാ. മേയോ പ്രഭുവിനെ വധിച്ചത് ഷേർ അലിയാണ്. ഒന്നുകൂടി പറയാം, ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഏക വൈസ്രോയി മേയോ പ്രഭുവാണ്. മേയോ പ്രഭു വധിക്കപ്പെട്ടത് ആൻഡമാനിലാണ്. ആൻഡമാനിൽ മേയോ പ്രഭുവിനെ വധിച്ചത് ഷേർ അലിയാണ്, ഷേർ അലി. ഓക്കെ, നേരത്തെ പറഞ്ഞായിരുന്നതിനാണ് ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മേയോ പ്രഭുവാണ്. ഓർമ്മിച്ചേ, ഇന്ത്യൻ ധനവികേന്ദ്രീകരണം, അത് നേരത്തെ പറഞ്ഞു സാമ്പത്തിക വികേന്ദ്രീകരണം, അത് തന്നെയാണ് ധനവികേന്ദ്രീകരണം. ഓക്കെ, ഇന്ത്യൻ ധനവികേന്ദ്രീകരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മേയോ പ്രഭു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസിന് നേതൃത്വം കൊടുത്തതാരാ? മേയോ പ്രഭു ആട്ടാ, മേയോ പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസിന് നേതൃത്വം കൊടുത്തത് മേയോ പ്രഭുവാണ്, 1872. ഓക്കെ, ഒന്നുകൂടി പറയാം, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസിന് നേതൃത്വം നൽകിയത് മേയോ പ്രഭുവാണ്, മേയോ പ്രഭു 1872 കേട്ടോ, 1872. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയതാരാ? ഇന്ത്യയിലെ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയത് റിപ്പൺ പ്രഭുവാണ്, റിപ്പൺ കേട്ടോ, 1881. ഓക്കെ, ഇന്ത്യയിലെ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയാണ് റിപ്പൺ പ്രഭു കേട്ടോ, റിപ്പൺ ആണ്, റിപ്പൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചത് മേയോ പ്രഭുവാണ്. ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചത് മേയോ പ്രഭുവാണ്. ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചത് മേയോ പ്രഭുവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഓക്കെ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയത് 1872 പാസ്സാക്കിയതാരാ? മേയോ പ്രഭുവാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് നടപ്പിലാക്കിയതാണ് മേയോ പ്രഭുവാണ്, മേയോ പ്രഭു. ഓക്കെ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് നടപ്പിലാക്കിയ വർഷം 1872 ഒന്നുകൂടി പറയാം, ഇന്ത്യൻ എവിഡൻസ് ആക്ട് നടപ്പിലാക്കിയത് മേയോ പ്രഭുവാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഓക്കെ 1872 മേയോ പ്രഭുവാണ് നടപ്പിലാക്കിയത്. ഓക്കെ, അവിടെ ഒരു കാര്യമുണ്ട്, ഓർത്തിരിക്കുക, ചെറിയൊരു കാര്യമുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നേതൃത്വം കൊടുത്തതാണെന്ന് വെച്ചാൽ മേയോ പ്രഭു. ഓക്കെ, ഇങ്ങനെ ഇയാൾ സെൻസസ് എടുക്കാൻ പോയി. എടാ, ആൻഡമാനിൽ സെൻസസ് എടുക്കാൻ പോയി. ആൻഡമാനിൽ സെൻസസ് എടുക്കാൻ പോയപ്പോൾ 1872 ആടെ വെച്ചിട്ടാണ് ഷേർ അലി അയാളെ വധിച്ചത് കേട്ടോ. ആൻഡമാനിൽ സെൻസസ് എടുക്കാൻ പോയപ്പോൾ ആടെ വെച്ചിട്ട് ഷേർ അലി വധിച്ചു. ഓക്കെ ഓക്കെ അല്ലേ? ഇത് ഓർത്ത് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഓർമ്മിക്കുക. ഇന്ത്യയിലെ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി റിപ്പൺ കേട്ടോ. ഔദ്യോഗികമായിട്ട് സെൻസസ് നടപ്പിലാക്കിയ റിപ്പൺ. അപ്പോൾ ഞാൻ പറഞ്ഞു, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് എടുക്കാൻ പോയത് മേയോ പ്രഭു. ഓക്കെ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് എടുക്കാൻ പോയത് മേയോ പ്രഭു 1872 ആൻഡമാനിലാണ് പോയത്. ആദ്യം ഷേർ അലി അയാളെ കൊന്ന്. ഓക്കെ, അടുത്ത നോർത്ത് ബ്രൂക്കാണ്. നോർത്ത് ബ്രൂക്ക് കേട്ടോ. 2 ക്വസ്റ്റ്യനേ ഉള്ളേ. ഓക്കെ, പഞ്ചാബിലെ കൂക കലാപം ഔന്നത്യത്തിലെത്തിയപ്പോൾ വൈസ്രോയി ആരായിരുന്നു? നോർത്ത് ബ്രൂക്ക് കേട്ടോ. നോർത്ത് ബ്രൂക്കാണ്. പഞ്ചാബിലാണ് കൂക കലാപം നടന്നത്. കൂക കലാപം നടന്നത് പഞ്ചാബിലാണ്. പഞ്ചാബിലെ കൂക കലാപത്തിന്റെ ഔന്നത്യത്തിലെത്തിയപ്പോൾ വൈസ്രോയി നോർത്ത് ബ്രൂക്ക് ആയിരുന്നു, നോർത്ത് ബ്രൂക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് സ്ഥാപിച്ച വൈസ്രോയി ആരാണ്?
ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് സ്ഥാപിച്ച വൈസ്രോയാണ് നോർത്ത് ബ്രൂക്ക് കേട്ടോ. നോർത്ത് ബ്രൂക്കാണ് ഇന്ത്യൻ കാലാവസ്ഥ. അവിടെ കാലാവസ്ഥ എന്നെല്ലാം കേൾക്കുമ്പോൾ പെട്ടെന്ന് നോർത്ത് സൗത്ത് എന്നെല്ലാം ഓർമ്മ വരുന്നില്ലേ? അത് ഓർമ്മിച്ച കേട്ടോ. കാലാവസ്ഥ എന്നെല്ലാം കേൾക്കുമ്പോൾ പെട്ടെന്ന് നോർത്തിൽ ഇത്ര മഴ, സൗത്തിൽ ഇത്ര എന്നെല്ലാം മറ്റും കേൾക്കുന്നില്ലേ? അപ്പോൾ ആ രീതിയിൽ ഓർമ്മിച്ചാൽ മതി. ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് സ്ഥാപിച്ച വൈസ്രോയി നോർത്ത് ബ്രൂക്കാണ്. നോർത്ത് ബ്രൂക്ക്. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്തത് ലിട്ടൺ ആട്ടോ. ലിട്ടൺ പ്രഭുവാണ്. ലിട്ടൺ. ഓക്കെ, ലിട്ടൺ പ്രഭു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റൻ ആണ് വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ. ഓക്കെ, വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നത് ലിട്ടൺ പ്രഭുവാണ്. ലിട്ടൺ പ്രഭു കേട്ടോ. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നത് ലിട്ടൺ പ്രഭുവാണ്. ലിട്ടൺ കേട്ടോ. ലിട്ടൺ ആണ്. ലിട്ടൺ. റിപ്പൺ അല്ല, ലിട്ടൺ ആണ്. മാറിപ്പോറേ, ലിട്ടൺ. ഓക്കെ, വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നത് ലിട്ടൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഓവൻ മേരിഡത്ത് കേട്ടോ. ഓവൻ മേരിഡത്ത്. ഓവൻ മേരിഡത്ത് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ലിട്ടൺ ആണ് കേട്ടോ. ലിട്ടൺ ആണ്. ഓവൻ മേരിഡത്ത് കേട്ടോ. ഓവൻ മേരിഡത്ത് എന്ന തൂലികാ നാമത്തിൽ സാഹിത്യരചന നടത്തിയിരുന്നത്. ഓക്കെ, തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ലിട്ടൺ പ്രഭുവാണ്. ലിട്ടൺ പ്രഭു. ഓക്കെ, ഓവൻ മേരിഡത്ത് ആണ്. ഓവൻ മേരിഡത്ത്. ഓക്കെ, എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ലിട്ടൺ ആണ്. ലിട്ടൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആയുധ നിയമം. ഓക്കെ, ഇന്ത്യയിൽ ആയുധ നിയമം 1878. ഓക്കെ, ഇന്ത്യക്കാർക്ക് ആയുധം കൈവശം വെക്കാൻ ലൈസൻസ് വേണമെന്ന നിയമമാണ് ഇന്ത്യൻ ആയുധ നിയമം. അത് നടപ്പിലാക്കിയത് ലിട്ടൺ ആണ്. ലിട്ടൺ കേട്ടോ. അതായത് ഇന്ത്യൻ ആയുധ നിയമം 1878. ഇന്ത്യൻ ആയുധ നിയമം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് ആയുധം കൈവശം വെക്കാൻ ലൈസൻസ് വേണം, എന്നാൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ട. ഇങ്ങനെ അവർ നടപ്പിലാക്കിയൊരു നിയമമാണത്. ഓക്കെ, 1878. അത് നടപ്പിലാക്കിയത് ലിട്ടൺ ആണ്. ലിട്ടൺ പ്രഭു കേട്ടോ. ലിട്ടൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഡൽഹിയിൽ ആദ്യമായി രാജകീയ ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയും ലിട്ടൺ ആണ്. ഡൽഹിയിൽ ആദ്യമായി രാജകീയ ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയും ലിട്ടൺ ആണ്. ലിട്ടൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏത് വൈസ്രോയുടെ കാലത്താണ് ഡൽഹി ദർബാറിൽ വെച്ച് വിക്ടോറിയ രാജ്ഞി കൈസർ ഇ ഹിന്ദ് എന്ന പദവി സ്വീകരിച്ചത്? അതായത് ഏത് വൈസ്രോയുടെ കാലത്താണ് ഡൽഹി ദർബാറിൽ വെച്ച് വിക്ടോറിയ രാജ്ഞി കൈസർ ഇ ഹിന്ദ് കേട്ടോ. കൈസർ ഇ ഹിന്ദ് എന്ന പദവി സ്വീകരിച്ചു വെച്ചാൽ ലിട്ടൺ പ്രഭുവാണ്. ലിട്ടൺ പ്രഭുവിന്റെ കാലത്താണ് വിക്ടോറിയ രാജ്ഞി കേട്ടോ. വിക്ടോറിയ രാജ്ഞി കൈസർ ഇ ഹിന്ദ് പദവി സ്വീകരിച്ചത്. ഓക്കെ, ഇവിടെ നല്ല മഴയാട്ടോ. കേൾക്കുന്നില്ലേ? നല്ല മഴയാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി 21 വയസ്സിൽ നിന്നും 19 വയസ്സായി കുറച്ചതാരാന്ന് ചോദിച്ചാൽ ആരാ? ലിട്ടൺ ആണ്. ലിട്ടൺ കേട്ടോ. ലിട്ടൺ. സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി 21 വയസ്സിൽ നിന്നും 19 വയസ്സായി കുറച്ചത് ലിട്ടൺ ആണ്. ലിട്ടൺ കേട്ടോ. ലിട്ടൺ. അതുകൊണ്ടാണ് ഇയാളെ പറയുന്നത് എന്ത്? വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ കേട്ടോ. വൈസ്രോയി ബാക്കിയുള്ള വൈസ്രോയിമാരിലെ നേരെ എതിർ സ്വഭാവമായിരുന്നു ഇയാൾ കേട്ടോ. റിവേഴ്സ് ക്യാരക്ടർ. ഓക്കെ, വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്ന് പറയുന്നത് ലിട്ടൺ പ്രഭുവാണ്. ലിട്ടൺ. സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി 21 വയസ്സിൽ നിന്ന് 19 കുറച്ചത് കേട്ടോ. 19 കുറച്ചത് ലിട്ടൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ ഏകീകൃത ഉപ്പ് നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? ഏകീകൃത ഉപ്പ് നികുതി. ഓക്കെ, സോറി, നിയമമല്ല, നികുതിയാണ്. ഏകീകൃത ഉപ്പ് നികുതി കേട്ടോ. ഉപ്പ് നികുതി നടപ്പിലാക്കിയ വൈസ്രോയാണ് ലിട്ടൺ പ്രഭുവാണ്. ലിട്ടൺ. ഓക്കെ, ഏകീകൃത ഉപ്പ് നികുതി നടപ്പിലാക്കിയത് ലിട്ടൺ ആണ്. ലിട്ടൺ. ഓക്കെ, ഇത്രേ കൊണ്ടോടാം. ഓക്കെ, ഈ അടുത്ത 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 2 ക്വസ്റ്റ്യൻ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോറേ. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. രണ്ടും മാറിപ്പോറേ. പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രാദേശിക ഭാഷാ പത്ര നിയമം. ഓക്കെ, പ്രാദേശിക ഭാഷാ പത്ര നിയമം കൊണ്ടുവന്ന വൈസ്രോയി ആരാ? ലിട്ടൺ ആണ്. ലിട്ടൺ കേട്ടോ. 1878. എന്നോട് പറയാം. പ്രാദേശിക ഭാഷാ പത്ര നിയമം കൊണ്ടുവന്ന വൈസ്രോയി ലിട്ടൺ പ്രഭു 1878. അടുത്ത ക്വസ്റ്റ്യൻ പ്രാദേശിക ഭാഷാ പത്ര നിയമം പിൻവലിച്ച വൈസ്രോയാണ് റിപ്പൺ കേട്ടോ. റിപ്പൺ. ഓക്കെ, റിപ്പൺ 1882. ഒന്നുകൂടി പറയാം. പ്രാദേശിക ഭാഷാ പത്ര നിയമം കൊണ്ടുവന്ന വൈസ്രോയി ലിട്ടൺ പ്രഭു 1878. ഓക്കെ, 4 കൊല്ലം കഴിഞ്ഞിട്ട് റിപ്പൺ വന്ന്. ഓക്കെ, റിപ്പൺ വന്നേരം ആ പ്രാദേശിക ഭാഷാ പത്ര നിയമം പിൻവലിച്ചു. എപ്പോൾ? 1882. ഓക്കെ, ഓർമ്മിച്ചു വെച്ചേ. ഓക്കെ, അടുത്തത് റിപ്പൺ ആണ്. റിപ്പൺ പ്രഭുവിനെ കുറിച്ചാണ് പറയുന്നത്. റിപ്പൺ. ഓക്കെ, ജനകീയനായ വൈസ്രോയി. ഓക്കെ, ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെടുന്ന ആരാ? റിപ്പൺ ആണ്. റിപ്പൺ പ്രഭു കേട്ടോ. ഓക്കെ,
ജനകീയനായ വൈസ്രോയി കേട്ടാ. റിപ്പൺ ദ പോപ്പുലർ എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്. ജനകീയനായ വൈസ്രോയി റിപ്പൺ ദ പോപ്പുലർ എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്. റിപ്പൺ പ്രഭു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എന്നെ എൻ്റെ വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തികൾ കൊണ്ട് വിലയിരുത്തൂ എന്ന് പറഞ്ഞത് റിപ്പൺ ആണ്. റിപ്പൺ കേട്ടാ. എന്നെ എൻ്റെ വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തികൾ കൊണ്ട് വിലയിരുത്തൂ എന്ന് പറഞ്ഞത് റിപ്പൺ പ്രഭുവാണ്. റിപ്പൺ പ്രഭു. ഓക്കെ, അടുത്ത നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇന്ത്യയിൽ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി റിപ്പൺ ആണ്. റിപ്പൺ കേട്ടാ. 1881. ഓക്കെ, ഇന്ത്യയിൽ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. 1881. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് കമ്മീഷണറാണ് ആരാ? WC പ്ലൗഡൻ ആണ് കേട്ടോ. WC പ്ലൗഡൻ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് കമ്മീഷണറാണ് WC പ്ലൗഡൻ ആണ്. പ്ലൗഡൻ. ഓക്കെ, WC പ്ലൗഡൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർമ്മിക്കണേ. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ്. ഓക്കെ, ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? റിപ്പൺ പ്രഭുവാണ്. റിപ്പൺ പ്രഭു കേട്ടാ. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്. റിപ്പൺ പ്രഭു. ഓക്കെ, ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് റിപ്പൺ പ്രഭു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1882 കേട്ടോ. 1882 ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട് പാസ്സാക്കിയത് റിപ്പൺ തന്നെയാണ്. 1882 ഓർമ്മിച്ച. 1882 ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട് പാസ്സാക്കിയത് റിപ്പൺ ആണ്. റിപ്പൺ. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള നിയമം ഏതാ? അതായത് ബ്രിട്ടീഷുകാരെയും വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള നിയമമാണ് ഇൽബർട്ട് ബിൽ കേട്ടാ. ഇൽബർട്ട് ബില്ലാണ്. ഇൽബർട്ട് ബിൽ. ഓക്കെ, ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള നിയമമാണ് ഇൽബർട്ട് ബിൽ കേട്ടാ. ഇൽബർട്ട് ബിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൽബർട്ട് ബിൽ. ഓക്കെ, ഇൽബർട്ട് ബിൽ വിവാദ സമയത്തെ വൈസ്രോയി ആരാണ്? ആരാ? റിപ്പൺ പ്രഭുവാണ്. ഇൽബർട്ട് ബിൽ വിവാദ സമയത്തെ വൈസ്രോയി ആരാണ്? റിപ്പൺ പ്രഭുവാണ്. റിപ്പൺ പ്രഭു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഓർമ്മിച്ച് നോക്കണം. ഒന്ന്, സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി 19 വയസ്സിൽ നിന്നും 21 വയസ്സിലേക്ക് പുനഃസ്ഥാപിച്ചതാരാണ്? ആരാ പുനഃസ്ഥാപിച്ചേ? റിപ്പൺ പ്രഭു തന്നെ കേട്ടോ. റിപ്പണാണ്. സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി 19 നിന്നും 21 വീണ്ടും പുനഃസ്ഥാപിച്ചതാരാണ്? റിപ്പൺ പ്രഭുവാണ്. റിപ്പൺ പ്രഭു. ഓക്കെ, അത്രേ വേണ്ടു. അടുത്ത ക്വസ്റ്റ്യൻ ഡഫറിൻ ആടാ. ഡഫറിൻ പ്രഭുവാണ്. ഡഫറിൻ. ഡഫറിൻ. 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. 2 ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ കുറേ ഉണ്ട്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയ സാധനം മാത്രമേ ഉള്ളൂ. 2 ഉള്ളൂ. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമയത്തെ വൈസ്രോയി ആരാണ്? ആരാ? ഡഫറിൻ ആണ്. ഡഫറിൻ. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമയത്തെ വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ ഡഫറിൻ പ്രഭുവാണ്. ഡഫറിൻ പ്രഭു. ഓക്കെ, അടുത്തൊന്നും കൂടി ക്വസ്റ്റ്യൻ. കോൺഗ്രസിനെ, ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിളിച്ചത് ആരാണ്? ആരാ വിളിച്ചത്? അതും ഡഫറിനാണ്. കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിളിച്ചതും ഡഫറിനാണ്. 2 ക്വസ്റ്റ്യനുകൾ. ഒന്ന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമയത്തെ വൈസ്രോയി ഡഫറിൻ പ്രഭു. രണ്ടാമത്, കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിളിച്ചതും ഡഫറിൻ പ്രഭു. ഓക്കെ, പിന്നെ ലാൻസ് ഡൗൺ ആണെന്നും വേണ്ട, എൽജിൻ 2 ആണെന്നും വേണ്ട. പിന്നെ ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻറ്റ് സാധനമാണ് കഴ്സൺ കേട്ടോ. കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം, ഇതെന്തായാലും ചോദിക്കും കേട്ടോ. കഴ്സൺ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 1905. ഓക്കെ, 1905 ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? 1905 ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയാണ് കഴ്സൺ കേട്ടോ. കഴ്സൺ പ്രഭുവാണ് 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി ആരാണ്? തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയാണ് കഴ്സൺ കേട്ടോ. കഴ്സൺ പ്രഭുവാണ് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സർവകലാശാല കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ആരാണ്? സർവകലാശാല കമ്മീഷനെ നിയമിച്ച വൈസ്രോയാണ് കഴ്സൺ ആണ്. കഴ്സൺ പ്രഭു തന്നെയാണ്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റാലൈ കമ്മീഷൻ കേട്ടില്ലേ? റാലൈ കമ്മീഷൻ അതാട്ടാ 1902 കേട്ടോ. 1902 നിലവിൽ വന്ന സർവകലാശാല കമ്മീഷൻ തലവനാണ് ഏതാ? തോമസ് റാലൈ കേട്ടോ. തോമസ് റാലൈ. അതായത് റാലൈ കമ്മീഷൻ 1902 കേട്ടോ. 1902 നിലവിൽ വന്ന സർവകലാശാല കമ്മീഷൻ തലവനാണ് തോമസ് റാലൈ. റാലൈ കമ്മീഷൻ 1902 നിയമിച്ചത് കഴ്സൺ ആണ്. കഴ്സൺ നിയമിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡൽഹിയിലെ പുസയിൽ കൃഷി ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് കഴ്സൺ ആട്ടോ. കഴ്സൺ ആണ്. ഡൽഹിയിലെ പുസയിൽ കൃഷി ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് കഴ്സൺ ആണ്. കഴ്സൺ. അടുത്ത ക്വസ്റ്റ്യൻ. പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് റെയിൽവേ വേർതിരിച്ച വൈസ്രോയി ആരാണ്?
പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് റെയിൽവേയെ വേർതിരിച്ച വൈസ്രോയാണ് കഴ്സൺ പ്രഭു കേട്ടോ. കഴ്സനാണ് വേർതിരിച്ചത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ. ഓക്കെ, ഇന്ത്യയിൽ റെയിൽവേ ബോർഡ് കേട്ടോ. ഇന്ത്യയിൽ റെയിൽവേ ബോർഡ് നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയി ആരാണ്? അതും കഴ്സനാണ്. കഴ്സനാണ്. ഇന്ത്യയിൽ റെയിൽവേ ബോർഡ് നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയി കഴ്സനാണ്. ഇന്ത്യയിൽ റെയിൽവേ ബോർഡ് കേട്ടോ. റെയിൽവേ ബോർഡ് നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയി കഴ്സനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കഴ്സൺ പ്രഭു. ഓക്കെ, കഴ്സൺ പ്രഭു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി 1902 നിയമിച്ചത് ആരെയാണ്? ആരെയാ? ഈ പേരൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരും. ആരാ? ജോൺ മാർഷലാണ്. ജോൺ മാർഷൽ കേട്ടോ. ഒന്നുകൂടി പറയാം. കഴ്സൺ പ്രഭു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി 1902 നിയമിച്ചത് ആരെയാണ്? ജോൺ മാർഷലാണ്. ജോൺ മാർഷൽ. ആർക്കിയോളജി എന്ന് കേൾക്കുമ്പോൾ തന്നെ ജോൺ മാർഷൽ ഓർമ്മ വരില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. പോലീസ് സംവിധാനത്തെ പറ്റി പഠിക്കാൻ ആൻഡ്രൂ ഫ്രേസർ കേട്ടോ. ആ പേര് ഓർമ്മിച്ചേ. പോലീസ് സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ ആൻഡ്രൂ ഫ്രേസറുടെ നേതൃത്വത്തിൽ പോലീസ് കമ്മീഷനെ നിയമിച്ചതാരാണ്? കഴ്സനാണ് നിയമിച്ചത് കഴ്സനാണ്. ഒന്നുകൂടി പറയാം. പോലീസ് സംവിധാനത്തെ പറ്റി പഠിക്കാൻ ആൻഡ്രൂ ഫ്രേസറുടെ നേതൃത്വത്തിൽ പോലീസ് കമ്മീഷനെ നിയമിച്ചത് കഴ്സനാണ്. കഴ്സൺ പ്രഭു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കഴ്സൺ പ്രഭുവിനെ ഔറംഗസീബുമായി താരതമ്യപ്പെടുത്തിയ കോൺഗ്രസ് നേതാവ് ആരാണ്? കഴ്സൺ പ്രഭുവിനെ ഔറംഗസീബുമായി താരതമ്യപ്പെടുത്തിയ കോൺഗ്രസ് നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. കഴ്സൺ പ്രഭുവിനെ ഔറംഗസീബുമായി താരതമ്യപ്പെടുത്തിയ കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ദ ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ കേട്ടോ. ദ ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? റൊണാൾഡ് ഷാ ആണ്. റൊണാൾഡ് ഷാ കേട്ടോ. ദ ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ എന്ന പുസ്തകം എഴുതിയത് റൊണാൾഡ് ഷാ ആണ്. റൊണാൾഡ് ഷാ. ഓക്കെ, 2 ക്വസ്റ്റ്യൻ കൂടെ കഴ്സൻ്റെ. ഓക്കെ, ഒന്നാമത്തെ ഇതാണ്. എൻ്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ്. ഇവ കൊണ്ട് തന്നെ ഞാനും ഈ രാജ്യം ഭരിക്കും. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? പറഞ്ഞേ? കഴ്സനാണ് പറഞ്ഞിട്ടാ. കഴ്സൺ പറഞ്ഞത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് ഞാൻ ഇന്ത്യയിൽ വന്നത്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഇതും കഴ്സനാണ് കേട്ടോ. 2 കാര്യമാണ് ഓർമ്മിച്ച് വെച്ചാൽ ഉറപ്പായും ചോദിക്കൂ. എൻ്റെ പൂർവികന്മാർ ഇന്ത്യയെ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ്. ഇവ കൊണ്ട് തന്നെ ഞാനും ഈ രാജ്യം ഭരിക്കുമെന്ന് പറഞ്ഞത് കഴ്സനാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് ഞാൻ ഇന്ത്യയിൽ വന്നതെന്ന് പറഞ്ഞതും ഈ കഴ്സൺ തന്നെയാണ്. ഓക്കെ, അടുത്തയാളാണ് മിൻറ്റോ രണ്ടാമൻ കേട്ടോ. മിൻറ്റോ രണ്ടാമൻ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി ആരാണ്? ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി മിൻറ്റോ രണ്ടാമനാണ്. മിൻറ്റോ രണ്ടാമൻ. ഓക്കെ, ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി മിൻറ്റോ രണ്ടാമൻ. എപ്പോഴാ? 1905 ഒക്ടോബർ 16 കേട്ടോ. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി മിൻറ്റോ രണ്ടാമനാണ്. 1905 ഒക്ടോബർ 16. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 1906 ധാക്കയിൽ മുസ്ലിം ലീഗ് രൂപീകരിച്ചപ്പോഴത്തെ വൈസ്രോയി ആരാണ്? 1906 ധാക്കയിൽ മുസ്ലിം ലീഗ് രൂപീകരിച്ച വൈസ്രോയി മിൻറ്റോ രണ്ടാമൻ കേട്ടോ. അപ്പോൾ കിട്ടിയില്ലേ? 1906 മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. രൂപീകരിച്ചത് ധാക്കയാണ് കേട്ടോ. ബംഗ്ലാദേശിലെ തലസ്ഥാനം ധാക്കയാണ് കേട്ടോ. ധാക്ക. ഓക്കെ, മിൻറ്റോ രണ്ടാമനാണ് വൈസ്രോയി കേട്ടോ ആ സമയത്ത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 1907 സൂററ്റ് സമ്മേളനത്തെ തുടർന്ന് കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളുമായി പിരിഞ്ഞിട്ടുണ്ട്. ആ സമയത്തെ വൈസ്രോയി ആരാ? അതും മിൻറ്റോ രണ്ടാമനാണ്. മിൻറ്റോ രണ്ടാമൻ. അപ്പോൾ ചോദ്യം അവിടെ കിട്ടും. കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളായി പിരിഞ്ഞത്? ഏതാ? സൂററ്റ് സമ്മേളനം കേട്ടോ. സൂററ്റ് സമ്മേളനം നടന്നപ്പോൾ 1907 1907. ആ സമയത്തെ വൈസ്രോയി ആരാ? ആ സമയത്തെ വൈസ്രോയാണ് മിൻറ്റോ രണ്ടാമൻ കേട്ടോ. മിൻറ്റോ രണ്ടാമൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ കൗൺസിൽ ആക്ട് കേട്ടോ. ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. ഈ ഇന്ത്യൻ കൗൺസിൽ ആക്ടിന് വേറൊരു പേരുണ്ട്. എന്താ ആ പേരൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. മിൻറ്റോ മോർലി പരിഷ്കാരം കേട്ടോ. മിൻറ്റോ മോർലി ഭരണ പരിഷ്കരണം. ഓക്കെ, അതായത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 ഈ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 മറ്റൊരു പേരാണ് മിൻറ്റോ മോർലി ഭരണ പരിഷ്കാരം. ഓക്കെ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണ പരിഷ്കാരം ഏതാ? ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമാണ് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് എന്നറിയപ്പെടുന്ന മിൻറ്റോ മോർലി ഭരണപരിഷ്കാരമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം. ഓക്കെ, അത്രയേ ഉള്ളൂ മിൻറ്റോനെ പറ്റി. അടുത്തത് ഹാർഡിഞ്ച് രണ്ടാമനാണ്. ഇന്നത്തോടുകൂടി ഹാർഡിഞ്ചിനോടി നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിയും. ബാക്കി നാളെ കൊണ്ട് കഴിയും കേട്ടോ. ഓക്കെ, ഹാർഡിഞ്ച് രണ്ടാമൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ
1911 ഓക്കെ 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആരാണ്? ആരാ? ഹാർഡിഞ്ച് രണ്ടാമനാണ്. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത്. 1905 ആരംഭിച്ച ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് 1911 റദ്ദ് ചെയ്തത് ആരാ? ഹാർഡിഞ്ച് രണ്ടാമൻ. ഓക്കെ 11 റദ്ദ് ചെയ്തു. 11 റദ്ദ് ചെയ്തിട്ട് ഹാർഡിഞ്ചിന് 2 എന്നാണ്. ഹാർഡിഞ്ച് രണ്ടാമൻ 2 വരെയല്ലേ 1 2 അപ്പോൾ 11 റദ്ദ് ചെയ്തു. ഓക്കെ 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തു. ഹാർഡിഞ്ച് രണ്ടാമൻ 11 റദ്ദ് ചെയ്തു. ഹാർഡിഞ്ച് രണ്ടാമൻ 1 1. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. ജോർജ് അഞ്ചാമൻ രാജാവും മേരി രാജ്ഞിയും ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ്രോയി ആരാണ്? ഹാർഡിഞ്ച് രണ്ടാമനാണ്. ജോർജ് അഞ്ചാമൻ രാജാവും മേരി രാജ്ഞിയും ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ്രോയി ഹാർഡിഞ്ച് രണ്ടാമൻ തന്നെയാണ്. ഓക്കെ ജോർജ് അഞ്ചാമൻ രാജാവിന് വേണ്ടി 1911 ഡൽഹി ദർബാർ സംഘടിപ്പിച്ചത് ഹാർഡിഞ്ച് രണ്ടാമൻ തന്നെയാട്ടാ. 1911 എന്ത് ചോദിച്ചാൽ ഹാർഡിഞ്ച് രണ്ടാമൻ. ഓക്കെ അത്രയേ ഉള്ളൂ. ജോർജ് അഞ്ചാമൻ രാജാവിന് വേണ്ടി 1911 ഡൽഹി ദർബാർ സംഘടിപ്പിച്ചത് ഹാർഡിഞ്ച് രണ്ടാമൻ. ഓക്കെ എന്താണ് ഈ സംഭവം? ഈ ഡൽഹി ദർബാർ എന്ന് വെച്ചാൽ ഈ ദർബാറിൽ വെച്ച് ഓക്കെ ജോർജ് അഞ്ചാമൻ 1911 ഡിസംബർ 12 കേട്ടോ ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും എങ്ങോട്ടേക്ക് മാറ്റി? ഡൽഹിയിലേക്ക് മാറ്റിയതായി പ്രഖ്യാപിച്ചു കേട്ടോ. 1911 ഡിസംബർ 12 ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയതായി പ്രഖ്യാപിച്ചു. ആര്? ജോർജ് അഞ്ചാമൻ. ആരായി ദർബാർ ഒരുക്കിയത്? ഹാർഡിഞ്ച് രണ്ടാമൻ. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയപ്പോഴത്തെ വൈസ്രോയി ആരാണ്? ഇപ്പോൾ പറഞ്ഞത് തന്നെ. അപ്പോൾ മാറ്റിയതപ്പോൾ 1911 വരുമ്പോൾ ഹാർഡിഞ്ച് 2. ഓക്കെ ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയപ്പോഴത്തെ വൈസ്രോയി ഹാർഡിഞ്ച് രണ്ടാമൻ. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഹാർഡിഞ്ച് രണ്ടാമനെ വധിക്കാൻ ശ്രമിച്ച ഇന്ത്യക്കാരനാരാ? ഹാർഡിഞ്ച് രണ്ടാമനെ വധിക്കാൻ ശ്രമിച്ച ഇന്ത്യക്കാരാണ് റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസ് കേട്ടോ. ഹാർഡിഞ്ച് രണ്ടാമനെ വധിക്കാൻ ശ്രമിച്ച ഇന്ത്യക്കാരൻ റാഷ് ബിഹാരി ബോസ് ആണ്. റാഷ് ബിഹാരി ബോസ്. ഓക്കെ ലാസ്റ്റ് ഇന്നത്തെ 2 ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ ഇന്ത്യ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് രാജാവ് ആരാണ്? ആരാ? ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് രാജാവാണ് ആരാ? അയാളെ നമ്മൾ ഇത്രയും പറഞ്ഞു. ആരാ? ജോർജ് അഞ്ചാമനാണ്. ജോർജ് അഞ്ചാമൻ. ഓക്കെ ഇന്ത്യ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാ? ആരാ? ഹരോൾഡ് മക്മില്ലൻ ആണ്. ഹരോൾഡ് മക്മില്ലൻ. ഓക്കെ ഒന്നുകൂടി പറയാം. ഇന്ത്യ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമനും ഇന്ത്യ സന്ദർശിച്ച ആദ്യ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹരോൾഡ് മക്മില്ലൻ ആണ്. ഹരോൾഡ് മക്മില്ലൻ. ഓക്കെ ഹാർഡിഞ്ചോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിയേ. നാളെയും കൊണ്ട് നമ്മളെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ മൊത്തം കഴിയും. അവിടെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ട് അന്ന് ഞാൻ നാളത്തെ ക്ലാസ്സിൽ പറയാമെന്ന് വെച്ചാണ്. പക്ഷേ ഇപ്പം പറയാട്ടോ ജസ്റ്റ് പറഞ്ഞു പോവാം. നിങ്ങൾ പഠിക്കേണ്ട വർഷമില്ലേ ഈ വൈസ്രോയിമാരുടെ വർഷം പഠിക്കണം കേട്ടോ. അത് ഫുള്ള് പഠിക്കണ്ട. അതായത് 1900 മുതൽ 950 വരെ വർഷം പഠിച്ചിരിക്കണേ. ഉറപ്പായും പഠിക്കണം കേട്ടോ. അതായത് ഞാൻ പറഞ്ഞുതരാം 1899 മുതൽ 1905 വരെ കഴ്സൺ പ്രഭുവാണ്. 6 മുതൽ പഠിച്ചോട്ടാ. 1899 ടു 1905 കഴ്സൺ ആണ്. കഴ്സൺ 905 910 വരെ മിൻഡോ രണ്ടാമൻ വരും. 910 16 ഹാർഡിഞ്ച് രണ്ടാമൻ. 916 21 ചെംസ്ഫോർഡ്. 21 26 ആരാ? 21 26 റീഡിങ് കേട്ടോ. റീഡിങ് 26 31 ഇർവിന്. 31 36 വെല്ലിംഗ്ടൺ. 36 43 ലിൽഗോ. 43 46 വേവല്. 46 47 ആരാ? 43 47 വേവല്. 47 48 മൗണ്ട് ബാറ്റൻ. 48 50 രാജഗോപാലാചാരി. ഈ സാധനം പഠിച്ചിരിക്കണേ. 1800 പഠിക്കണ്ട. 1900 മുതൽ 950 വരെ പഠിച്ചോ. എന്നൊരു പറഞ്ഞാൽ 1800 നാളത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയും കേട്ടോ. 1899 905 കഴ്സൺ. 905 910 മിൻഡോ രണ്ടാമൻ. 910 16 ആരാ? ഹാർഡിഞ്ച് രണ്ടാമൻ. 16 21 ആരാ? ചെംസ്ഫോർഡ്. 21 26 ആരാ? റീഡിങ്. 26 31 ആരാ? ഇർവിന്. 31 36 ആരാ? 36 31 വില്ലിംഗ്ടൺ. 36 43 ലിൻ ലിറ്റ്ഗോ. 43 47 വേവല്. 47 48 മൗണ്ട് ബാറ്റൻ. 48 50 രാജഗോപാലാചാരി. ഈ സാധനം ഓർഡറിൽ പഠിച്ചു വെച്ചോ. ഇത് പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ 1932 ഇന്നേ സംഭവം നടക്കുമ്പോൾ ആരായിരുന്നു വൈസ്രോയി? 1924 ഇന്നേ നടക്കുമ്പോൾ ആരായിരുന്നു വൈസ്രോയി? 1947 ഇത് നടക്കുമ്പോൾ ആരായിരുന്നു വൈസ്രോയി? 1911 ആരായിരുന്നു വൈസ്രോയി? ഈ സാധനം ചോദിക്കും. അപ്പോൾ ഇത് നമുക്ക് ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് ഏടുന്ന വരുന്നത്, അതായത് വർഷം ആളെയും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം തന്നിട്ട് ഇല്ല ഈ സമയത്ത് ആരായിരുന്നു, ആ സമയത്ത് ഇന്ത്യ ഭരിച്ചില്ല, ഇന്ത്യയുടെ വൈസ്രോയി ചോദിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും കേട്ടോ. അതുപോലെ ചിലർ ചോദിക്കും ഇന്നേ വൈസ്രോയി എത്ര കാലം തന്നെ ചിലപ്പോൾ ചോദിക്കും കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇന്ന സാധനം കൊടുത്തിട്ട് കാലം ചോദിക്കാൻ ചാൻസ് കുറവാണ്. പക്ഷേ ഇന്നൊരു സംഭവം കൊടുത്ത് ചോദിക്കും. അതായത്
32 നിവർത്തന പ്രക്ഷോഭം കേരളത്തിൽ നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി ആര്? ആ രീതി ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ കിട്ടണമെങ്കിൽ 1899 1950 വരെയിലെ ഒരു എത്ര ആളുണ്ട്? 2, 4, 6, 8, 10, 11 ആളെ കാറ്റുള്ളൂ. 11 ആളെ പേരും ഓർഡറിൽ പഠിച്ചു നോക്കട്ടോ. ഓക്കെ, എന്നാലും ഇത് നാളെ പറയാമെന്ന് വെച്ചാൽ പക്ഷേ ഇന്നിട്ട് പറയാം. ഓക്കെ, എന്നാലും എല്ലാവരും പഠിക്കാം. ഓക്കെ, സെറ്റ് ബൈ, നാളെ കാണാം.